കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം, 1-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ അന്ത്രയോസ് ഉണ്ടായിരുന്നു. അന്ത്രയോസ് വന്ന് മനസ്സിലായി ഇവൻ മെസ്സിഹായാണെന്ന്. സ്തോത്രം. അന്ത്രയോസ് എന്നിട്ട് മിണ്ടാതിരുന്നില്ല, ഓടി വന്ന് ശീമോനോട് പറഞ്ഞു. ഹല്ലേലൂയ അല്ലേ? ശീമോനോട് പറഞ്ഞു. അപ്പം നോക്കിക്ക്, ശീമോൻ വന്നു, ശീമോൻ രക്ഷപ്പെട്ടു. ഫിലിപ്പോസ് ചെന്നു, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു, നഥനയേലിനോട് പറഞ്ഞു. ആലോചിച്ച്, നമ്മളാരോടും പറഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, സ്തോത്രം. മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതൽ നമുക്കുണ്ടാകട്ടെ. ആ കരുതലിൻ പ്രകാരം ഈ സുവിശേഷം പങ്കുവച്ചാൽ, ഞാൻ പറയട്ടെ, സ്തോത്രം, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശു വിടുവിക്കുന്ന ദൈവമാ, യേശു രക്ഷിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ആ വാക്ക് അവരെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ഈ നാളുകളിൽ അറിയിക്കേണ്ട ഇടത്തെല്ലാം ആവോളം ഈ രക്ഷകനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം മനസ്സുള്ളവർ മാത്രം കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം നമ്മളത് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കുഷ്ഠരോഗി സൗഖ്യമായത് ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്നു. കർത്താവ് അവനെ തൊട്ടു, അവൻ സൗഖ്യമായി. സ്വത്രം. എന്നിട്ട് പറഞ്ഞു, ആരോടും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞു. ഈ പുള്ളി അങ്ങനെയാണ് പറഞ്ഞു വിട്ടു, ആരോടും മിണ്ടിപ്പോരുന്നു. ഈ പുള്ളിക്ക് ഈ സന്തോഷം അടക്കി വയ്ക്കാൻ പറ്റുമോ? കാരണം മരുന്നില്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു രോഗത്തിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓടിച്ചെന്ന് ആ പട്ടണത്തിൽ ഘോഷിക്കാൻ തുടങ്ങിയെന്നാണ്, വിളിച്ചു പറയാൻ തുടങ്ങി. പട്ടണക്കാരിതെല്ലാം കൂടെ കേട്ടിട്ട് ഓടി യേശുവിൻ്റെ അടുക്കൽ വന്നു. അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയാത്തതുകൊണ്ട് ആരും വരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ.